ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്, കുക്കിംഗ് വ്ളോഗ്. സാധാരണ ഈ ഒരു ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം തമ്മിലെല്ലാവരും കണ്ടു കാണും. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മസാല ദോശ. നമ്മൾ മാസത്തിലൊരു ദോശ ബാറ്റർ എന്ന് വാങ്ങിക്കുന്നു, അന്നൊക്കെ മസാല ദോശ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഷിഫ്റ്റ് കഴിഞ്ഞ് നേരെ വന്ന സാധനങ്ങൾ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ പോയി. തിരിച്ചെത്തി എൻ്റെ പൊന്ന്, പുറത്ത് എന്ത് ചൂടാണെന്നറിയോ. ലൈക്ക് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 32, ഇതിലും കൂടുതലാണ് പോവാറ്. ബട്ട് സ്റ്റിൽ ഇന്ന് ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. കസ്റ്റമേഴ്സൊക്കെ പറഞ്ഞായിരുന്നു ഭയങ്കര ചൂടാണ് അഡ്ലേഡിൽ. അപ്പം നമ്മളിപ്പോൾ സാധനങ്ങളെല്ലാം പോയി വാങ്ങിച്ചു. എൻ്റെ കോലം കണ്ടിട്ട് ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി പോയി എന്നല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം. ഞാൻ എന്തൊക്കെ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ വേണ്ട, കറിവേപ്പില, ചൂടല്ലേ, തണ്ണിമത്തൻ. എനിക്കൊന്ന് $1.25 പെർ kg ഉള്ളൂ. അപ്പം ഞാൻ അങ്ങ് 2 വാങ്ങിച്ചു. പുട്ടുപൊടി, ചെറിയ ഉള്ളി, ഇതാണ് ഗൈസ് നമ്മുടെ സാമ്പാർ മിക്സ്, സാമ്പാർ പൊടി. ഗൈസ് ഇപ്പം മസാല ദോശ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും മസാല ദോശ ഭയങ്കര കോമൺ അല്ലേ, ഇപ്പം യൂട്യൂബിൽ അടിച്ചല്ലേ എന്താ കിട്ടാത്ത. എല്ലാവർക്കും മെജോറിറ്റി എന്ന് വെച്ചാൽ എല്ലാവർക്കും എന്നല്ല, മെജോറിറ്റി ആൾക്കാർക്ക് മസാല ദോശ ഉണ്ടാക്കാൻ അറിയായിരിക്കുമല്ലോ. തെറ്റി, യു ഗൈസ് ആർ റോങ്. അല്ല, ഞാൻ താമസിക്കുന്ന ഈ വീട്ടിൽ ഞങ്ങൾ 4 പേരുണ്ട്. ഈ 4 പേരിൽ എനിക്കല്ലാതെ വേറെ 3 എണ്ണത്തിന് മസാല ദോശ ഉണ്ടാക്കാൻ അറിയില്ല. സോ ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, സോ മസാല ദോശ ഉണ്ടാക്കാൻ അറിയുന്നവർ എന്നാലും ഈ വീഡിയോ കണ്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്ക്. അറിയാത്തവർ പ്ലീസ് ടു വാച്ച് ദിസ് കംപ്ലീറ്റ് വീഡിയോ. എന്നിട്ട് മസാല ദോശ ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ വിചാരിച്ചു ബിഫോർ മസാല ദോശ ആൻഡ് സാമ്പാർ നമുക്ക് വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കാമെന്ന്. കാരണം ചൂടൊക്കെ അല്ലേ, അപ്പം നമുക്ക് ആദ്യം ഇത് സെറ്റാക്കാം. വേറൊരു സാധനം കാണിച്ചു തരാം. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാ ഉറുമ്പ് വരുന്നതിൻ്റെ റീസൺ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫുഡിൻ്റെ എന്തെങ്കിലോ അല്ലെങ്കിൽ ഉറുമ്പ് മധുരമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഉറുമ്പ് വരിക. പക്ഷെ അഡ്ലേഡിൽ ഇത് ഇവിടെ ഈ വീട്ടിലാണോ അത് ഇനി എല്ലായിടത്തും ഇങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഈ വീട്ടിലെ അവസ്ഥ മാത്രം ഉണ്ടോ, ഇതാണ് അവസ്ഥ. ഇതൊക്കെ എവിടെ നിന്നാണ് വരണമെന്നറിയാൻ പാടില്ല. ഉണ്ടോ, സത്യമാണ്. ഇവിടെ ചൂടുകാലമായി കഴിഞ്ഞാൽ ഉറുമ്പിന്റെ ശേഖര. ഞങ്ങൾ ഉറുമ്പ് മാറാൻ വേണ്ടിയിട്ട് പലതും ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ഒന്നും വർക്കാവുന്നില്ല. ഭയങ്കര കഴുകി വെച്ച പാത്രത്തിൽ വരെ ഉറുമ്പ്. മധുരേ ഇല്ല ഇവിടെ ഒന്നും. ഞങ്ങളിപ്പോൾ ഫുഡിന്റെ ഒന്നും ഇപ്പോൾ പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് രാത്രി കിടന്നുറങ്ങാറില്ല. ബട്ട് സ്റ്റിൽ രാവിലെ എണീക്കുമ്പോൾ കഴുകി വെച്ച പാത്രത്തിന്റെ അവിടെ ബാത്റൂമിലും ഓരോ മുക്കിലും മൂലയ്ക്കും ഒക്കെ ഈ ജന്തു. മടുത്ത് സാമ്പാർ ഉണ്ടാക്കൽ മൂഞ്ചി ഗൈസ്. കാരണം ഇവിടെ പരിപ്പില്ലാത്ത കാര്യം ഞാൻ അറിഞ്ഞേ ഇല്ല. ഇവിടെ ഇത്രയും സാധനങ്ങളുണ്ട്, പരിപ്പ് മാത്രമില്ല. ഇല്ലാതെ നമുക്ക് സാമ്പാർ വയ്ക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ അവരാരെല്ലാം വിളിച്ച് പറഞ്ഞു നോക്കാം പരിപ്പ് വാങ്ങിയിട്ട് വന്നാൽ മാത്രം സാമ്പാർ, അല്ലെങ്കിൽ സാമ്പാറില്ല. ഗൈസ് നമുക്ക് പരിപ്പ് കിട്ടി. ആര് കൊടുന്നു കാത്തുമ്പോൾ? മിസ് കൃപ. അത്രയും കേട്ടോ മതി. സോ ഗൈസ് നമുക്ക് പരിപ്പ് വാങ്ങിച്ചു വന്നു. അപ്പം പരിപ്പ് ഇപ്പം നമ്മൾ ചൂടാക്കാൻ വെച്ചു. നെക്സ്റ്റ് നമ്മൾ ഇനി സാമ്പാറിൻ്റെ കാര്യങ്ങൾ, നമ്മൾ മിക്സ് ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചു. നമ്മൾക്ക് ഇനി അടുത്തത് സാമ്പാറിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഇല്ല, ഞാൻ എൻ്റെ സാമ്പാറിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് ചെയ്യാം. ഓക്കെ, സാമ്പാർ ഉണ്ടാക്കുന്നതിൻ്റെ സെയിം ടൈം നമ്മൾ
തേങ്ങ ചട്നി, ചമ്മന്തി, തേങ്ങ ചട്നി ചമ്മന്തി എന്ന് പറയും. ഞങ്ങളുടെ നാട്ടില് തേങ്ങ ചട്നി എന്ന് പറയും. തേങ്ങ ചട്നി ഉണ്ടാക്കുക. തേങ്ങ മതിയോ? ഇടങ്ങോട്ട് വാരിക്കോരി ഇട്ടു. മതിയോ? നാളത്തേക്ക് കൊടുക്കാൻ പറ്റും. മതി മതി. സാമ്പാറിന് ആവശ്യമുള്ളത് ചെറിയ ഉള്ളി, ഞാൻ ഇപ്പം ഇത്ര എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, പിന്നെ ഇത് പുളി വെള്ളം, പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഞാനിവിടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. എന്നവിടെ പരിപ്പ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കാം. ഓക്കെ മതി. ഇതിലെന്തൊക്കെ ഇട്ടെന്ന് പറ. തേങ്ങ, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, കാഷ്നട്ട്, വെള്ളം, കറിവേപ്പില, ഉപ്പ്, പഞ്ചസാര പറഞ്ഞു. ഇത് ഈ വ്ളോഗ് ഈ കുക്കിംഗ് വ്ളോഗ് കാണുന്ന ആൾക്കാർ വിചാരിക്കേ ഇതെന്ത് ഇങ്ങനെയാണോ കുക്ക് ചെയ്യേണ്ടത്? ദിസ് ഇസ് എ വെരി ഇംപ്രോപ്പർ വേ ഓഫ് ഡൂയിങ് എ കുക്കിംഗ് വ്ളോഗ് അല്ലേ? ഇങ്ങനെയല്ലല്ലോ കുക്കിംഗ് വ്ളോഗ് ചെയ്യാറ്. ഭയങ്കര പ്രോപ്പർ ആയിട്ട് എല്ലാം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. ഇത് ഒരുമാതിരി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. ദിസ് ഈസ് ദി റോ വേർഷൻ ഓഫ് ബാച്ചിലർ കുക്കിംഗ്. എന്ത് കുക്കിംഗ്? ഗൈസ്, ഇതിലിപ്പോൾ നമ്മൾ സാമ്പാറിനുള്ളതും മസാല ദോശയ്ക്കുള്ള പൊട്ടാറ്റോയും കൂടി ഒരുമിച്ചെടുത്ത് വേവിക്കുക. കാരണം സമയമില്ല, അതുകൊണ്ട്. ഇനി ഇപ്പം ഇതിലാണ് നമ്മൾ ഇട്ടേക്കുന്നത് ഉപ്പും വെള്ളവും മാത്രം ഒഴിച്ച് വേവിക്കാൻ പോവുക. അപ്പം നമ്മളിപ്പോൾ പൊട്ടാറ്റോ എല്ലാം സാമ്പാറും എന്താണ് മസാല ദോശയ്ക്കുള്ള പൊട്ടാറ്റോ നമ്മൾ സെറ്റാക്കി. ഇനിയിപ്പം നമ്മൾക്ക് ഉള്ളി അരിയണം, മസാല ദോശയ്ക്കുള്ള ഉള്ളി അരിയണം, പിന്നെ സാമ്പാർ. അപ്പം നമ്മുടെ ചട്നി ഇവിടെ റെഡിയായി. ചട്നി റെഡിയായി. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് തോന്നുന്നു. ഇനിയിപ്പം തക്കാളി ചട്നി കൂടി ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ സാമ്പാർ. ഇതൊക്കെ എപ്പോൾ ആവും എനിക്കറിയത്തില്ല, ബട്ട് യാ ഗൈസ്, നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി പാൻ വെച്ച് ഇവിടെ വേറെ ഡിസ്കഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. നെവർ മൈൻഡ്. നമ്മളിപ്പം ചെറിയ ഉള്ളിയും ആൻഡ് അവർ മുളക് ഇപ്പോൾ പൊട്ടിത്തെറിക്കും. സോ ഗൈസ്, നമുക്കിതിൽ ആവശ്യമായിട്ടുള്ള പൊടി ഒന്ന് കായപ്പൊടി, സാമ്പാർ പൊടി, അസഫോറ്റ, ഐ നോ ഗേൾ, ഇത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സോൾട്ട്, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പൊടികൾ. നമുക്ക് ആദ്യം സ്റ്റൗ ഓഫ് ചെയ്യാം. കരിഞ്ഞ് മാറി പൊട്ടി കരിഞ്ഞു. നമുക്ക് നീക്കി വെക്കാം. വിഷയം ഇതെവിടെന്നറിയോ? ചില്ലി പൗഡർ വീട്ടിൽ നിന്ന് അമ്മാമ്മ മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കുന്നു. ഗാത്തുമോളുടെ അമ്മാമ്മ മില്ലി കൊടുത്ത് പൊടിപ്പിച്ച മുളക് പൊടി. വാവ്, നല്ല മുളക് പൊടി. നിർത്ത് കേട്ടോ. അല്ല, ഗാത്തുമോളുടെ അമ്മമ്മ ഈ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ ഞാൻ കൊച്ചിനെ പൊടിപ്പിച്ചിട്ട് മുളക് പൊടി സാമ്പാർ. എനിക്ക് അടുത്ത പൊട്ടി മിക്സ് കറു നൈസ്ലി ചെയ്യണം. ഇതിന്റെ പച്ചമണം മാറിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇനി പുളിവെള്ളം ഒഴിക്കുന്നത്. ദെൻ വെജിറ്റബിൾസ്. ആണോ? നല്ലതാണോ? മണം വരുന്നുണ്ട്. നല്ലതാണോ ചീത്തയാണോ? മണം വരുന്നു. പാലട പ്രഥമൻ തുഷനില തന്നിൽ വിളമ്പുമ്പോഴൊഴുകിടാതെ വലം കയ്യാലിടം.
Guys, this was. Hi, how are you guys? How do you do? നിങ്ങൾക്ക് സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സാമ്പാർ ഉണ്ടാക്കുകയാണ്. ഞാൻ ഇവിടെ സാമ്പാർ ഉണ്ടാക്കാൻ പിള്ളേരെ പഠിപ്പിക്കുക. And Gayu doesn't know how to cook. I'm teaching her. Alka doesn't know how to turn on the stove. I'm teaching her. Christine doesn't know where is kitchen. I'm teaching her. Because അവൾക്ക് കണ്ണൂരെ കാണത്തില്ല, പൊട്ടിക്കണ്ണി. This is full stop. ഞാൻ ഉണ്ടാക്കിയ ടാറ്റ. വാണ്ടൻ മാവിന്റെ കുളിര് വേനൽ കനലൂട്ടി വിളഞ്ഞൊരു കനകച്ചെപ്പ് ഉള്ളി, ഗാർലിക്, ചുവന്ന മുളക് അല്ല പച്ചമുളക് അല്ല റെഡ് മുളക്, ഡ്രൈ ചില്ലി, പിന്നെ കരിവേപ്പില. എന്തിനുള്ളതാ? ടൊമാറ്റോ ചട്നി. കോൺട്രിബ്യൂഷൻ ഫ്രം ക്രിസ്റ്റീൻ ജെയിംസ്. ഉടച്ച എണ്ണ ഒഴുക്കി. നീ എപ്പോഴും ഞാൻ മൾട്ടി ടാസ്കിങ്. ഗൈസ് ഭയങ്കര കൺജസ്റ്റഡ്. സ്വല്പം എണ്ണ. സ്വല്പം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തെന്നറിയോ? കുറച്ചെണ്ണം ഒഴിക്കും. മതി 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 മതി. പഠിച്ചു കേട്ടോ, എപ്പോഴും അൽക്ക കാണുന്നില്ല കേട്ടോ. കുറച്ചുകൂടി ഭയങ്കര കുറവാണ്. അത്രയും വേണ്ട. ഇതാണ് ഇളക്കി ഇളക്കി ഇളക്കാൻ വേണ്ടി ഞാൻ കരിഞ്ഞ്. അതിലിപ്പോ ഏതെന്നൊന്നും തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയായി. ഗൈസ്, അങ്ങനെ ക്രിസ് കൈവച്ചത് പൊളിഞ്ഞു. പണ്ടാരത്തിന് വിളിക്കല്ലെന്ന് പറഞ്ഞതിനർത്ഥം കരിഞ്ഞേടി. ഓക്കെ, അത് കളാ. ആദ്യത്തേത് പണിപാളി. ആദ്യത്തേത് എന്തായാലും പണി കരിഞ്ഞു. ഉലുവയും കരിഞ്ഞ് കടുകും കരിഞ്ഞു. രണ്ടാം മൂഴം. ട്രയലൊന്നും അല്ല, എന്തോ ഒരു ട്രയലും ഇല്ല. ഇതെല്ലാം സെറ്റ് ആക്കുക. ഉലുവിടെ ഇട്. അടുത്ത ഗൈസ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രം. എപ്പോഴുള്ള കൃപനെ ഇമിറ്റേറ്റ് ചെയ്തേ. എപ്പോഴുള്ളതാ. നമ്മൾ നേരത്തെ ആക്കി വെച്ച തക്കാളി put it into the mixie. No, Christine. That is not Karmora, Christine James.
അതെന്തായിരുന്നു അത്? ആ കയ്യാലിടം കയ്യാൽ വടിച്ചിട്ടും പ്രണയം പോൽ പരക്കുന്ന മനപായസം മൂവാണ്ടൻ മാവിൻ്റെ കുളിര് വേനൽ കനലൂട്ടി വിളഞ്ഞൊരു കനകച്ചെപ്പ് എന്റെ നുണക്കോഴി കണ്ടപ്പോ വയറ്റില്ല മഞ്ഞുള്ള രാത്രി. വൈബ് കുക്കിംഗ്. തക്കാളി ചട്നി ഓൺ ചെയ്തില്ല. ഓ താങ്ക് യു. ഗ്യാസ് ഓൺ ആക്കാതെ കുക്കായി കഴിഞ്ഞാ കുക്കാവത്തില്ല. യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് കുക്കും ലൈവ്. നമ്മൾ ഇതിലോട്ട് പേസ്റ്റ് ചെയ്ത തക്കാളി ഒക്കെ നമ്മളതങ്ങ് ഒഴിച്ചു. ഓക്കെ ഗൈസ്, നമ്മളിപ്പം മസാല ദോശക്കുള്ള മസാല റെഡിയാക്കി. തക്കാളി ചട്നി സെറ്റ്, തേങ്ങ ചട്നി സെറ്റ്, ദോശ ബാറ്റർ നമ്മൾ ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ ദോശ ബാറ്റർ നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അയ്യോ അല്ല, ഞാൻ ആലോചിക്കുന്നു ഗൈസ്, നമ്മൾ എപ്പോൾ കുക്ക് ചെയ്യാൻ കയറിയതാണെന്നറിയോ? നമ്മളൊരു 2 മണി സമയത്ത് കുക്ക് ചെയ്യാൻ ഞാൻ കയറിയല്ലോ. വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തല്ലോ. എന്താണ് കാത്തുമ്പോൾ. ഓക്കെ ഗൈസ്, നമ്മളൊരു 2 മണിക്ക് കുക്ക് ചെയ്യാൻ കയറിയതാ. ഇപ്പൊ സമയം എത്രയാണെന്നോ പറഞ്ഞു. ഇപ്പം 8:11. ലൈക്ക് ഇറ്റ്സ് എ ലോങ് ടൈം. കാരണം നമുക്ക് പരിപ്പ് എത്താൻ കുറച്ച് ഡോർ അടയ്ക്കോ. താങ്ക് യു. നമുക്ക് പരിപ്പ് വരാൻ വേണ്ടി കുറച്ച് ലേറ്റായി. അപ്പൊ അതുകൊണ്ട് കുക്കിങ്ങും സ്റ്റാർട്ട് ചെയ്യാൻ ലേറ്റായി. സോ മടുത്ത്. രാവിലെ അതായത് ഒരു 6 മണിക്ക് തുടങ്ങിയതാണ് ഈ നിപ്പ്. ഇതുവരെ ഒന്നും ഇരുന്നിട്ടില്ല. സോ ഒന്ന് കഴിച്ചിട്ട് വേണം ഒന്ന് റിലാക്സ് ചെയ്യാൻ. സോ ലെറ്റ്സ് മേക്ക് ഇനി മസാല ദോശ. ഓക്കെ, സാമ്പാറ് ഗ്യാസ് ഗൈസ്, ഗ്യാസ് ടൊമാറ്റോ അമ്മൂമ്മ നീ ഏതാ കൂട്ടിയതപ്പോ? 3 ചമ്മന്തിയുണ്ട്. ഗുഡ്. എരിവ് ഇടണായിരുന്നു. ടൊമാറ്റോ കഴിച്ചോ? കുഴപ്പമില്ല. ഇതാരും ട്രൈ ചെയ്യണ്ട. കാരണം മര്യാദയ്ക്ക് ഒന്നും എടുത്തിട്ടില്ല. എല്ലാം ഹറി പറയും. ഇപ്പൊ സാമ്പാർ ഉണ്ടാക്കുന്ന നേരത്തെ ചട്നി ഉണ്ടാക്കുന്ന നേരത്തെ ചമ്മന്തിയുടെ. എല്ലാം നല്ല. പക്ഷെ ഒന്നും പ്രോപ്പറായിട്ട് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നോക്കി ഉണ്ടാക്കിക്കോ, അല്ലെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് എൻജോയ് ദ വ്ളോഗ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.